മമ്മൂട്ടി ചേട്ടനൊപ്പം 50 കോടി നേട്ടത്തിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടി ചേട്ടനൊപ്പം 50 കോടി നേട്ടത്തിൽ പറയുന്നത് രേഖാചിത്രം എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇത് ഹിറ്റ് ഫോർമുല. മമ്മൂട്ടി ചേട്ടനൊപ്പം 50 കോടി നേട്ടത്തിലെത്തിയിരിക്കുന്നു ആസിഫ് അലി. രേഖാചിത്രം തെളിഞ്ഞു. അതെ, ഈ വർഷത്തെ ആദ്യ 50 കോടി കളക്ഷൻ എന്ന നേട്ടം ആസിഫ് അലി അനശ്വരരാജൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമ രേഖാചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. ജോഫിൻ ചാക്കോയുടെ സംവിധാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിട്ടാണ് രേഖാചിത്രം കഴിഞ്ഞ ജനുവരി 9 തിയേറ്ററുകളിലെത്തിയത്. ചിത്രം 13 ദിവസത്തിനുള്ളിൽ തന്നെ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നു എന്ന നേട്ടത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. കിഷ്കിന്ദ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി നേട്ടമായിട്ടാണ് രേഖാചിത്രത്തെ വാഴ്ത്തുന്നത്. ഞങ്ങൾ സ്വപ്നം കണ്ടതും അതിലേറെയും ഇതാണ്. നിങ്ങളുടെ പിന്തുണയ്ക്കും സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് ആസിഫ് അലി തന്റെ 50 കോടി നേട്ടത്തിന്റെ സന്തോഷം ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. ദുൽഖർ സൽമാൻ, വിനീത് ശ്രീനിവാസൻ, കീർത്തി സുരേഷ് എന്നിവർ ചിത്രത്തെ പുകഴ്ത്തി പോസ്റ്റുമായി എത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ത്രില്ലർ ജോണറിൽ കഥ പറഞ്ഞിരിക്കുന്ന ഈ ചിത്രം രേഖാചിത്രം എന്ന പേരിൽ പുറത്തു വന്നപ്പോൾ ആരും ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ആസിഫ് അലിയുടെയും അനശ്വരരാജിന്റെയും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ AI സാന്നിധ്യവും പ്രേക്ഷകർ ഏറെ വലിയ സ്നേഹത്തോടെ തന്നെ ഏറ്റെടുത്തിരുന്നു. അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി ചിത്രമായി ഇന്റർവെല്ലിന് ശേഷം സിനിമ മാറുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു മമ്മൂട്ടി മാജിക് തന്നെയാണ്. മനോജ് കെ ജയൻ, സിദ്ദിഖ്, നിഷാന്ത് സാഗർ, ഉണ്ണിലാലു, സെറിൻ ഷിഹാബ്, മേഘ തോമസ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, ജഗദീഷ്, സായികുമാർ, ബാമ അരുൺ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പു പ്രഭകറിന്റേതാണ് ഛായാഗ്രഹണം. മുജീബ് മജീദിന്റെ സംഗീതവും മനോഹരമായിരുന്നു. കാവ്യ ഫിലിം കമ്പനി, ആൻമേഗ മീഡിയ എന്നീ ബാനറുകളുടെ പിന്തുണയോടുകൂടി വേണു കുന്നപ്പിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും 50 കടന്ന ചിത്രം ഇപ്പോൾ 55 മറ്റോ കളക്ഷൻ ആയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചും നിങ്ങൾ ആ സിനിമ കണ്ടവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ഒരു കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.